ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ AMVAയിൽ ഓട്ടോമൊബൈലിൻ്റെ ഫസ്റ്റ് എൻജിൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എൻജിന്, അതേപോലെ തന്നെ എൻജിൻ്റെ സിസ്റ്റംസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാലൻസ്, നമുക്ക് എൻജിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വരുന്ന ഓട്ടോമൊബൈലിൻ്റെ 10 മാർക്ക് എന്ന് പറയുന്നത് ചേസിസുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ അതിൽ ചേസിസ് ഉണ്ടായിരിക്കും, സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ട്, സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് അതിൽ വരുന്നത്. വീൽസ്, ടയേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിയത്. അപ്പോൾ ആ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് വരുന്ന കഴിഞ്ഞ തവണ ചോദിച്ചിട്ടില്ല ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചേസിസിനുള്ള ഭാഗമുണ്ട്, സസ്പെൻഷൻ സിസ്റ്റത്തിലുള്ള ഭാഗമുണ്ട്, സ്റ്റിയറിംഗ് സിസ്റ്റത്തിലുള്ള ഭാഗമുണ്ട്, അതോടൊപ്പം തന്നെ വീൽസ് ആൻഡ് ടയേഴ്സ് ഉണ്ട്, അല്ലേ? ബ്രേക്ക് സിസ്റ്റം, ഇതെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പോകും. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ലോഞ്ചിറ്റ്യൂഡൽ മെമ്പേഴ്സ് ഓഫ് ദ ചേസിസ് ഈസ് കണക്റ്റഡ് ബൈ ട്രാവേഴ്സ് മെമ്പേഴ്സ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ബമ്പേഴ്സ്, ക്രോസ് മെമ്പർ, എക്സ് മെമ്പർ, നൺ ഓഫ് ദി അബോവ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ക്വസ്റ്റ്യന് നമുക്ക് വായിക്കുന്ന സമയത്തേക്ക് കറക്റ്റ് മനസ്സിലാകാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിലും. പക്ഷെ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് ആൻസർ ഉള്ള ഒരു നല്ല ആൻസറും ബാക്കിയൊക്കെ ആൻസർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട പോലെ ഒരു ഫീലുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ ലോഞ്ചിറ്റ്യൂഡൽ മെമ്പേഴ്സ് ഓഫ് ദി ചേസിസ് ഈസ് കണക്റ്റഡ് ബൈ ട്രാവേഴ്സ് മെമ്പേഴ്സ്. നമുക്ക് നമ്മുടെ ചേസിസിന് ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്, അല്ലേ? ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ക്രോസ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്. ക്രോസ് മെമ്പേഴ്സിനാണ് നമ്മൾ ട്രാവേഴ്സ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ട്രാവേഴ്സ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ ലോഞ്ചിറ്റ്യൂഡൽ മെമ്പേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ട്രാവേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ പറയുന്ന പേര് എന്താണ് എന്നാണ്, അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ബമ്പർ ഉണ്ട്, ഓപ്ഷൻ ബി ക്രോസ് മെമ്പർ ഉണ്ട്, ഓപ്ഷൻ സി എക്സ് മെമ്പർ ഉണ്ട്, അതിന് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ബി ക്രോസ് മെമ്പർ ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഈ ചേസിസ് പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസിസിൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. ഇതിനു വേണ്ടി ഇത് ചേസിസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ വേണം, ചേസിസ് നിർമ്മിക്കുന്ന രീതി വേണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേസിസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്രെയിമിന് നമ്മൾ നോർമലി പറയാറുള്ളത് ലാഡർ ഫ്രെയിം എന്നാണ്, അല്ലേ? ലാഡർ ഫ്രെയിം ഉണ്ട്, യൂണി ബോഡി ഫ്രെയിം ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലാറ്റ് ബോഡി ഉണ്ട്, എക്സ് മെമ്പർ ഉണ്ട്, അല്ലേ? അങ്ങനെ കുറേ അധികം തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ചേസിസിൻ്റെ ഫ്രെയിമുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ചേസിസ് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് പഠിച്ചിട്ട് പോകാനുള്ളത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ സൈഡ് മെമ്പേഴ്സ് ഓഫ് ദി ഫ്രെയിം. വെയിറ്റ് ഓഫ് ദി, അതായത് ഈ വെഹിക്കിളിൻ്റെ വെയിറ്റ് കാരണം ഈ സൈഡ് മെമ്പേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രെയിമിൻ്റെ സൈഡ് മെമ്പേഴ്സിൽ എന്ത് ഫോഴ്സ്, അല്ലെ, എന്താണ് ആക്ഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ബെൻഡിങ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒറിസോണ്ടൽ ബെൻഡിങ്, ഓപ്ഷൻ സി പറയുന്നത് ടോർഷൻ, ഓപ്ഷൻ ഡി പറയുന്നത് ഓൾ ഓഫ് ദീസ്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി സൈഡ് മെമ്പേഴ്സ്. സൈഡ് മെമ്പേഴ്സിൽ ഏതാണ് വരിക എന്നാണ് വരുന്നത്. ഏത് സൈഡ് മെമ്പർ? ഏതായാലും വെർട്ടിക്കൽ ബെൻഡിങ്, അല്ലേ? വെർട്ടിക്കൽ ബെൻഡിങ്. സൈഡ് മെമ്പേഴ്സിൽ മുകളിൽ നിന്നല്ലേ ലോഡ് വരുന്നത്, അങ്ങനെ ചിന്തിച്ചാൽ മതി. സോ വെർട്ടിക്കൽ ബെൻഡിങ് ആണ് നമുക്ക് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രെയിമിൽ പല ടൈപ്പ് ഫോഴ്സസ് വരുന്നുണ്ട്. വെർട്ടിക്കൽ വരുന്നുണ്ട്, ഒറിസോണ്ടൽ വരുന്നുണ്ട്, ടോർഷൻ വരുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ കർവൊക്കെ ഓടിക്കുന്ന സമയത്ത് വരുന്ന ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ബെൻഡിങ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ദി സ്പ്രിംഗ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ സസ്പെൻഷൻ ഇൻ ഹെവി വെഹിക്കിൾ. അതാണ് സസ്പെൻഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? എന്ന് വെച്ചാൽ ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സ്പ്രിംഗ്, താഴെ പറയുന്ന പോലെ ഏത് സ്പ്രിംഗ് ആണ്, ഏതിലാണ് സസ്പെൻഷൻ ഇൻ ഹെവി വെഹിക്കിൾ, ഹെവി വെഹിക്കിൾസിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സസ്പെൻഷൻ ഉപയോഗിക്കുന്ന സ്പ്രിംഗ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ കോയിൽ സ്പ്രിംഗ്, ഓപ്ഷൻ ബി ക്വാർട്ടർ എലിപ്റ്റിക് ലീവ് സ്പ്രിംഗ്, ഓപ്ഷൻ സി സെമി എലിപ്റ്റിക് ലീവ് സ്പ്രിംഗ്, ഓപ്ഷൻ ഡി ടോർഷൻ സ്പ്രിംഗ്. ഏതാണ് വരുന്നത്? അത് ഒരു ഹെവി വാഹനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏതായിരിക്കും? സെമി എലിപ്റ്റിക് ലീവ് സ്പ്രിംഗ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രിങ്ങുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. കോയിൽ സ്പ്രിങ്ങും ലീവ് സ്പ്രിങ്ങും. ലീവ് സ്പ്രിങ്ങിൽ തന്നെ കുറച്ചധികം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അല്ലേ? എലിപ്റ്റിക്കൽ, സെമി എലിപ്റ്റിക്കൽ, അതേപോലെ തന്നെ ട്രാവേഴ്സിലുണ്ട്, അതേപോലെ ക്വാർട്ടർ എലിപ്റ്റിക് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. സോ സെമി എലിപ്റ്റിക്കൽ ലീവ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലേ? ഇങ്ങനെ ഒരു ഷേപ്പിൽ വരുന്ന ലീവ് സ്പ്രിങ്ങിനെയാണ് നമ്മൾ ലീവ് സ്പ്രിങ്ങിൻ്റെ സെറ്റുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് താഴത്തോട്ട് ഇങ്ങനെ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള കുറേ ലീഫുകൾ ഉണ്ടാവും. ഏറ്റവും മുകളിലത്തെ ലീഫിനെ നമ്മൾ മാസ്റ്റർ ലീഫ് അല്ലെങ്കിൽ മെയിൻ ലീഫ് എന്ന് പറയും. അതിന് രണ്ട് എൻഡിൽ ഐ ഉണ്ടായിരിക്കും, അല്ലേ? ഒരെണ്ണം ഷാക്കിൾ ത്രൂ ചേസിൽ ഫ്രെയിമിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ഒരെണ്ണം ഡയറക്റ്റ്ലി ഫ്രെയിമിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇവ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ ബോൾട്ട് ഉണ്ടാവും, ആക്സിലിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യു ബോൾട്ട് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ
സ്പ്രിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ് ആയിരിക്കും എന്ത് വരുന്നത്, ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇൻ സർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ദ ബോൾസ് ട്രാവൽ ബിറ്റ്വീൻ ദി ബാൾനട്ട് ആൻഡ് ഡാഷ്. അത് നമ്മളെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ വെച്ചാൽ ഇൻ സർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ, റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൽ ബാൾസ് ട്രാവൽ ബിറ്റ്വീൻ ബോൾനട്ട് ആൻഡ്, ബോൾസ് ഈ ബോൾനട്ടിനും പിന്നെ വേറെ ഏതോ ഒരു പാർട്ടിന്റെയും ഇടയിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. വോം വീൽ ഉണ്ട്, വോം ഷാഫ്റ്റ് ഉണ്ട്, ഗിയർ റാക്ക് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ ഷാഫ്റ്റ് ഉണ്ട്. നമ്മൾ റീസർക്കുലേറ്റീവ് ബോൾ ടൈപ്പിൽ ഏറ്റവും സെൻറ്ററിൽ എന്തുണ്ട്, ഒരു സ്റ്റിയറിംഗിന്റെ വീലിൽ നിന്നിട്ട് വോം ഷാഫ്റ്റ് വരുന്നുണ്ട് അല്ലേ. ഇങ്ങനെ വോം ഷാഫ്റ്റ് ഉണ്ട്. ഈ വോം ഷാഫ്റ്റിന്റെ പുറത്ത് നമുക്കൊരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ നെറ്റിന്റെയും വോം ഷാഫ്റ്റിന്റെയും കൂടിയും ഇടയിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബോൾസ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. കാണാലോ, ഫിഗർ എല്ലാവരും ഫിഗർ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വോം ഷാഫ്റ്റ് ആയിരിക്കും ആൻസർ വരും. ഈ വോം ഷാഫ്റ്റിന്റെയും ബാൾ നെറ്റിന്റെയും കൂടിയും ഇടയിൽ, ഈ നെറ്റിന്റെയും കൂടിയും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ റീസർക്കുലേറ്റീവ് ബോൾസ്, ഇതിനുള്ളിലുള്ള ബോൾസ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യും. അത് ഫ്രിക്ഷനും കാര്യങ്ങളും കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5th ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ ടിൽറ്റിംഗ് ഇൻ ഓർ ഔട്ട് ഓഫ് ദി ഫ്രണ്ട് വീൽസ് ഫ്രം ദി വെർട്ടിക്കൽ വെൻ വ്യൂഡ് ഫ്രം ദ ഫ്രണ്ട് ഓഫ് ദി വെഹിക്കിൾ. ഓപ്ഷൻ എ കാസ്റ്റർ, ഓപ്ഷൻ ബി ടോയിൻ, ഓപ്ഷൻ സി കിങ് പിൻ ഇൻക്ലിനേഷൻ, ഓപ്ഷൻ ഡി ക്യാമ്പർ. എന്താണ് വരുന്നത്, സ്റ്റിയറിംഗ് ജോമെട്രി അല്ലേ. നമ്മൾ ഏത് ഭാഗമാണ് നമ്മുടെ ടോപ്പിക്കിന്റെ ഭാഗങ്ങൾ, നമുക്ക് സിലബസിന്റെ ഏത് ഭാഗം എന്നുള്ളതുകൂടി നോക്കിയിട്ട് പോകാം. സ്റ്റിയറിംഗിന്റെ ജോമെട്രിയാണ്. സ്റ്റിയറിംഗ് ജോമെട്രിയുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് ജോമെട്രിയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, വീൽ അലൈൻമെന്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലേ. വീൽ അലൈൻമെന്റിൽ ക്യാമ്പർ, കാസ്റ്റർ, കിങ് പിൻ ഇൻക്ലിനേഷൻ, സ്ക്രബ് റേഡിയസ്, ടോയിന്, ടോ ഔട്ട് അല്ലേ, ഇൻക്ലൂഡർ ആംഗിൾ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട, ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം. ഇൻ ദ ഫ്രണ്ട് ഓഫ് ദി വെഹിക്കിൾ അല്ലെ, വ്യൂഡ് ഫ്രം ദി ഇൻ ദ ഫ്രണ്ട് ഓഫ് ദി വെഹിക്കിൾ. വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നത്, സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മാറി, ആ ടിൽറ്റ് മാറി. അപ്പൊ അതുകൊണ്ടാണ് ഫ്രണ്ടിൽ നിന്നാണ് നോക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ടിൽറ്റിംഗ് ഇൻ ഓർ ഔട്ട് അല്ലെ, ഇൻ ഓർ ഔട്ട് ഓഫ് ദി ഫ്രണ്ട് വീൽസ്. അതിന്റെ കൂടെ തന്നെ പ്രോപ്പറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇൻ ഓർ ഔട്ട് ഓഫ് ദി ടോപ്പ് ഓഫ് ദി ഫ്രണ്ട് വീൽസ് കൂടി പറയേണ്ടിയിരുന്നു അല്ലെ. വീലിന്റെ ഏറ്റവും മുകൾ ഭാഗം, വീലിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ശരിക്ക് ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ ചെരിച്ച് നേരെ ഇങ്ങനെയായിരുന്നു നിൽക്കേണ്ടിയിരുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ചെറിയൊരു ചെരിവുണ്ടായിരിക്കും. ആ ഒരു ചെരിവിനെ എന്താണ് പറയുന്നത് അല്ലേ, ഓപ്ഷൻ ഡി ക്യാമ്പർ ആണ്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ്, ക്യാമ്പർ ആണ് നമുക്കത് വരുന്നത്. ക്യാമ്പർ എന്ന് പറഞ്ഞാൽ ഒരു വീലിനെ വെർട്ടിക്കലി നോക്കുന്ന സമയത്ത് വീലിന്റെ മുകൾ ഭാഗം അകത്തോട്ടോ പുറത്തോട്ടോ ചെരിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാമ്പർ എന്ന് പറയുന്നത്. ദെൻ കാസ്റ്റർ ആകുന്ന സമയത്ത് നമ്മൾ വശങ്ങളിൽ നോക്കുന്നതാണ്. അതാണ് ഞാൻ ഇവിടെ നോക്കണം എന്ന് പറഞ്ഞത്. വൈൻ ദ വ്യൂഡ് ഫ്രം ദി ഇൻ ഫ്രണ്ട് ഓഫ് ദി വെഹിക്കിൾ അല്ലേ, അത് വ്യൂഡ് ഫ്രം ഇൻ ഫ്രണ്ട് ഓഫ് ദി വെഹിക്കിൾ. ഇത് ഇൻ ദ പ്ലെയിൻ ഓഫ് വീൽ എന്നാക്കാരം എന്ത് ചെയ്തിട്ടുണ്ടാകുക, കാസ്റ്ററിന് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അത് മുന്നിലോട്ടോ പിന്നിലോട്ടോ എന്നാണ്. ടിൽറ്റ് ഓഫ് ദി കിങ് പിൻ ആണ് ഉണ്ടായിരിക്കുക, വീലിന്റെ ടിൽറ്റ് അല്ല. എങ്കിലും ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, തെറ്റ് വരാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആണല്ലോ. ദെൻ 6th ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ സ്റ്റിയറിംഗിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു, അതേപോലെ തന്നെ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു, ചേസിന്റെ ഭാഗത്തുനിന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്രേക്കിന്റെ ഭാഗത്ത് നിന്നാണ്. ഡ്യൂറിങ് ബ്രേക്കിംഗ് ദ പുഷ് റോഡ് ഡയറക്ട്ലി ഓപ്പറേറ്റ്സ് റെസിജ്വൽ പ്രഷർ വാൾവ്, സെക്കൻഡറി പിസ്റ്റൺ, പ്രൈമറി പിസ്റ്റൺ, കോമ്പൻസേറ്റിംഗ് പോർട്ട്. നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പുഷ് റോഡ് ഡയറക്ട്ലി ആരെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, പുഷ് റോഡ് നമ്മൾ ബ്രേക്ക് പെഡൽ ചവിട്ടുമ്പോൾ ബ്രേക്ക് പെഡലിന് താഴെയുള്ള പുഷ് റോഡ് ആരെയാണ് ഡയറക്റ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് ഫസ്റ്റ് ആരെയാണ് തട്ടുന്നത് അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആളൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബ്രേക്ക് കുറേ കാര്യങ്ങൾ കണക്ഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് ആരെയാണ് തട്ടുന്നത്, ആരൊക്കെയാണ്, റെസിജ്വൽ പ്രഷർ വാൾവ് ഉണ്ട്, സെക്കൻഡറി പിസ്റ്റൺ ഉണ്ട്, പ്രൈമറി പിസ്റ്റൺ ഉണ്ട്, കോമ്പൻസേറ്റിംഗ് പോർട്ട് ഉണ്ട്. ആൻസർ എന്തായിരിക്കും വരിക, പ്രൈമറി പിസ്റ്റൺ അല്ലേ. ഫസ്റ്റ് തട്ടുന്ന ആരേക്കാരം, പ്രൈമറി പിസ്റ്റൺ ആയിരിക്കും. ഇത് പ്രൈമറി പിസ്റ്റൺ സെക്കൻഡറി പിസ്റ്റൺ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇത് ചിലപ്പോൾ ഒരു ടാൻഡം മാസ്റ്റർ സിലിണ്ടറിനെ കുറിച്ചായിരിക്കും ഇവരെന്തിട്ടുണ്ടായിരിക്കുക, പറഞ്ഞിട്ടുണ്ടായിരിക്കുക. മാസ്റ്റർ സിലിണ്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ ടാൻഡം മാസ്റ്റർ സിലിണ്ടർ അല്ലേ, മാസ്റ്റർ സിലിണ്ടറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മാസ്റ്റർ സിലിണ്ടർ ആകുമ്പോൾ ഒരൊറ്റ പിസ്റ്റനേ ഉള്ളൂ. നമുക്ക് ടാൻഡം മാസ്റ്റർ സിലിണ്ടർ ആകുമ്പോൾ നമുക്ക് അവിടെ 2 പിസ്റ്റണും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി പ്രൈമറി പിസ്റ്റൺ ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യന് ടയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇഫ് എ ടയർ ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് 175/65R1482S, then the aspect ratio of the tire is 82, 175, 65, അതേപോലെ തന്നെ 14. ഇതിലെന്താ
ഒരു ടയറിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് 175/65R1482S. ഇതൊരു ടയറിൻ്റെ കോഡാ. അപ്പോൾ ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? ഇതിൽ ആസ്പെക്ട് റേഷ്യോ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഏതാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് കൊടുത്തിട്ടുള്ളത്? ഏതാണ് ആസ്പെക്ട് റേഷ്യോ? ഓപ്ഷൻ ഇതിൽ 65 ആണ് ആസ്പെക്ട് റേഷ്യോ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ടയറിന് ഇത് എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ വിഡ്ത്താണ്. ഇത് നമ്മൾ മില്ലിമീറ്ററിലാണ് പറയാറുള്ളത്. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് സെക്ഷൻ ഹൈറ്റ് ബൈ സെക്ഷൻ വിഡ്ത്താണ് വരിക അല്ലേ? അപ്പോൾ ഇത് നമ്മൾ പെർസെൻറ്റേജിലാണ് പറയാറുള്ളത്. ഇത് റേഡിയൽ ടയറാണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ റിമ്മിൻ്റെ ഡയമീറ്റർ ആണ്, ഇഞ്ചിൽ പറയുന്നു. നമ്മൾ ലോഡ് റേറ്റിങ്ങും സ്പീഡ് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ 82S എന്ന് പറയുന്നത്. ഒരു കോഡാണ് അല്ലേ? ഇതിനൊരു ചാർട്ടും കാര്യങ്ങളുണ്ട്. ആ ചാർട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിൽ ആസ്പെക്ട് റേഷ്യോ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 65 ആണ് ആസ്പെക്ട് റേഷ്യോ. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇത് പെർസെൻറ്റേജിലാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 8ാമത്തെ ക്വസ്റ്റ്യന്, the main function of the master cylinder is to. The main function of the master cylinder. Master cylinder main ആയിട്ടുള്ള ഫംഗ്ഷൻ എന്നാണ് ചോദ്യം. Ensure that all the wheel brakes are supplied with the same amount of fluid pressure. Convert brake pedal force into hydraulic pressure. Adjust the extent of brake pedal free play. Boost the force applied to brake pedal. ഈ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് കുറേയൊക്കെ എല്ലാം തന്നെ മാസ്റ്റർ സിലിണ്ടറുടെ ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ ചോദിച്ചില്ല ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി മാസ്റ്റർ സിലിണ്ടർ. മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി മാസ്റ്റർ സിലിണ്ടർ. മാസ്റ്റർ സിലിണ്ടറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? കൺവേർട്ട് ബ്രേക്ക് പെഡൽ ഫോഴ്സ് ഇൻ ടു ഹൈഡ്രോളിക് പ്രഷർ. നമ്മൾ ബ്രേക്ക് പെഡലിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ ആ പെഡലിൽ നിന്ന് ഡയറക്റ്റ് മാസ്റ്റർ സിലിണ്ടറിന്റെ പുഷ് റോഡ് വഴി പിസ്റ്റണിലോട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. അത് ഹൈഡ്രോളിക് പ്രഷറാക്കി മാറ്റുന്നതാണ് എന്ത് പറയുന്നത്? ഫസ്റ്റത്തെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യൻ പോവാണ്. ദ പാർക്കിംഗ് ബ്രേക്ക് ജനറലി ആക്ട്സ് ഓൺ. നമ്മളെ പാർക്കിംഗ് ബ്രേക്ക്, നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇടുന്ന ബ്രേക്ക് ജനറലി എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? റിയർ വീൽസ്, ഫ്രണ്ട് ആൻഡ് റിയർ വീൽസ്, ഡിഫറൻഷ്യൽ. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മൾ നോർമലി പാർക്കിംഗ് ബ്രേക്സ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ബ്രേക്ക് ആയിരിക്കും. ഇപ്പോൾ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും ഉണ്ട് കേട്ടോ. പുതിയ പ്രീമിയം കാറുകൾക്കൊക്കെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന പാർക്കിംഗ് ബ്രേക്സ് ആണ് വരുന്നത്. മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന പാർക്കിംഗ് ബ്രേക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എപ്പോഴും ആക്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും? റിയർ വീൽസിലായിരിക്കും അല്ലേ? പാർക്കിംഗ് ബ്രേക്സ് റിയർ വീലിലാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡാഷ് അലോസ് ഫോർ ദി ചേഞ്ചസ് ഇൻ ദ ലെങ്ത് ഓഫ് ദി ലീ സ്പ്രിംഗ് ആസ് ഇറ്റ് ബെൻഡ്സ്. സസ്പെൻഷൻസ് എന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സ്പ്രിംഗ് ഹാങ്ങർ, ക്ലാമ്പ് ബോൾട്ട്, സ്പ്രിംഗ് സെൻറ്റർ ബോൾട്ട്, ഷാക്കിൾ. എന്താണ്? നമ്മൾ വാഹനത്തിലെ സ്പ്രിംഗിൽ ലോഡ് വരുന്ന സമയത്ത് അല്ലെ, വാഹനത്തിൻ്റെ ബോഡിയിൽ ലോഡ് വരുന്ന സമയത്ത് സ്പ്രിംഗ്, സെമി എലിപ്റ്റിക്കൽ ലീ സ്പ്രിംഗ്, ഇങ്ങനെയുള്ള ലീ സ്പ്രിങ്ങിനെ എന്ത് ചെയ്യും? കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആവും അല്ലേ? സ്ട്രെയിറ്റ് ആവുന്ന സമയത്ത് നോർമലി ഇതിൻ്റെ വലുപ്പത്തിൽ നിന്നും ഇതിൻ്റെ ഈ ഒരു ലെങ്ത്തിൻ്റെ സ്പ്രിങ്ങിൻ്റെ ലെങ്ത്തിൽ നിന്നും അല്ലേ എന്ത് ചെയ്യും? അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വലുതാവും. സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് ഒന്ന് വലുതാവും. ഈ ലെങ്ത്തിൻ്റെ വേരിയേഷനെ ഉൾക്കൊള്ളുന്നത് ഇതിൽ ആരായിരിക്കും? ഷാക്കിളാണ് അല്ലേ? അതായത് ഷാക്കിളാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നമ്മൾ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ എൻഡ് ഡയറക്റ്റ്ലി ഇവിടെ ചേസസ് ഫ്രെയിമിലോട്ട് ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് ചേസസ് ഫ്രെയിം ആണെങ്കിൽ ഇതിൽ ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ സ്പ്രിങ്ങിനെ. ബാക്കി ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ ലീഫ് ഇറക്കുകയാണ് കേട്ടോ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മളൊരു ഷാക്കിൾ ത്രൂ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? കൊടുത്തിട്ടുണ്ടായിരിക്കുക. താഴോട്ടാണ് ഷാക്കിൾ വരിക, ഫ്രെയിമിന് താഴത്തോട്ട് ഷാക്കിൾ വരും, ഷാക്കിൾ ത്രൂ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്പ്രിങ്ങിൻ്റെ ലെങ്ത്തിലുണ്ടാവുന്ന വേരിയേഷനെ, സ്പ്രിങ് സ്ട്രൈറ്റൻ ആവുന്ന സമയത്ത് ലെങ്ത്തിലുണ്ടാവുന്ന വേരിയേഷന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാക്കിളിൽ ത്രൂ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്തു നിന്ന് പറഞ്ഞതാണ്? ചേസിസ്, സസ്പെൻഷൻ സിസ്റ്റം, സ്റ്റിയറിംഗ് സിസ്റ്റം, ബ്രേക്ക് എല്ലാം ഉൾപ്പെട്ട്, വീൽസ്, ടയേഴ്സ് അല്ലേ, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തെന്ന് 2ാമത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ എക്സാമിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ AMVയുടെ പുതിയ ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ, ബാച്ചിൽ ജോയിൻ ചെയ്യാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തത് നമ്മൾ അടുത്തൊരു 10 ക്വസ്റ്റ്യൻസ് അല്ലേ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദിച്ചിട്ടുള്ള PYQയിലെ അടുത്തൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തൊരു വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.